ഒരിക്കൽ ഞാൻ ഒരു വിദ്യാർത്ഥിനിയുടെ നോട്ട് കറക്റ്റ് ചെയ്ത് തിരിച്ചു നൽകുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൗതുകപൂർവ്വം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് കൈ ഇങ്ങനെ വിറയ്ക്കാനുള്ള കാരണം? അവൾ പറഞ്ഞത്, പണ്ട് UP സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ മിടുക്കിയായിരുന്ന ഈ കുട്ടി കണക്കിൻ്റെ ഉത്തരത്തിൽ ഒരു ചെറിയ പിശക് വരുത്തിയതിന് മറ്റു കുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ അടി ഇവൾക്ക് കിട്ടിയതിൻ്റെ അന്ന് മുതൽക്കാണ് നോട്ട് വാങ്ങുമ്പോഴൊക്കെ തന്നെ കൈ വിറയ്ക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് വൈകാരികമായ മുറിവുകൾ ഉണ്ടാവുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചാണ്. ആ മുറിവുകൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ അതെങ്ങനെ പ്രതിസന്ധികളായി തീരുന്നു എന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. എന്നാൽ ഈ മുറിവുകൾ ഇങ്ങനെ ഉണങ്ങാതിരുന്നാൽ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൈയുമായി, അതല്ലെങ്കിൽ എപ്പോഴും കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരാളായി, അല്ലെങ്കിൽ കാര്യങ്ങൾ കർക്കശ സ്വഭാവം പുലർത്തുന്ന ഒരാളായി, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ചെയ്യുന്നത് അനുവദിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വന്തം ഏറ്റെടുക്കുന്ന ഒരാളായി നമ്മൾ വിവിധ മുഖംമൂടികൾ ധരിക്കുന്നതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ മുറിവുകൾ ഉണക്കുക? ഈ മുറിവുകൾ പേറി എന്നും ഈ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ട് പോവാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെ ആയിരിക്കില്ലല്ലോ. സ്വാഭാവികമായും ചില സമർത്ഥന്മാർ ഇത്തരത്തിലുള്ള മുറിവുകളെ മനോഹരമായ കവിതകളാക്കി മാറ്റിയിട്ടുണ്ട്, ശില്പങ്ങളാക്കി, രചനകളാക്കി, സർഗ സൃഷ്ടികളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അധിക പേരും അങ്ങനെ കവിതകളാക്കി, സർഗ സൃഷ്ടികളാക്കി മാറ്റിയവരല്ല. കവിതകളാക്കി മാറ്റിയതിൻ്റെ ഉദാഹരണം നമുക്കറിയാം. കമലാദാസിൻ്റെ മനോഹരമായ ഒരു കവിതയുണ്ട്, ഒരു കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്ന കവിത. ആ കവിതയിൽ കുട്ടികൾ പിക്നിക്കിന് പോയപ്പോൾ കറുത്ത നിറക്കാരിയായ ഇവളെ വെളുത്ത നിറക്കാരിയായ അധ്യാപിക കളിയാക്കിയതിൻ്റെ ഒരു വേദനയെ എങ്ങനെയാണ് അവരത് കവിതയാക്കി മാറ്റിയതെന്ന് നമുക്ക് വായിച്ച് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഷാജഹാന് തൻ്റെ പ്രിയപ്പെട്ട മുംതസ് മരണപ്പെട്ടപ്പോൾ ആ മുറിവിനെ എങ്ങനെയാണ് അതൊരു ശില്പമാക്കി മാറ്റാൻ, താജ്മഹൽ എന്ന് പറയുന്ന ലോകോത്തരമായ ഒരു ശില്പമാക്കി മാറ്റാൻ അദ്ദേഹം തൻ്റെ അനുചരന്മാരിലൂടെയും സഹപ്രവർത്തകരുടെയും ശ്രമിച്ചതെന്നൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ചിലർക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന അത് നമുക്കറിയാം. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എനിക്കെന്ത് ആനന്ദമോമനെ, എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന എന്നും, അതുപോലെ തന്നെ വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവം ഒഴുകട്ടെ എന്ന് സ്വന്തം വേദനയെ, ശാരീരികവും മാനസികവുമായ വേദനയെ, വിരഹത്തെ ഒക്കെ തന്നെ മുരളി മൃദുരവമാക്കി പുറത്തേക്ക് കൊടുത്ത വളരെ കുറഞ്ഞ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ നമ്മൾ സാധാരണക്കാരൊക്കെ തന്നെ ഇപ്പോഴും ഈ മുറിവ് വല്ലാതെ പേര് നടക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുറിവുണക്കാനുള്ള ചില തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ മുറിവുണക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം മുറിവ് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും, ഏതൊരു കാര്യത്തിൽ നിന്ന് കർക്കശ സ്വഭാവം കാണിക്കുമ്പോഴും, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി തനിക്ക് ചെയ്യണമെന്നുള്ള വാശി ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ തന്നെ അകറ്റി നിർത്തുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മുറിവിന്റെ കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ, ആ ഇവന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. ആ ഇവന്റിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത രീതിയിൽ നിന്നാണ് ഈ വേദന ഉണ്ടായത്. ഇവന്റ് ഉണ്ടായതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ നമ്മളെ കൂടാതെ ഉണ്ടാവാം. ആ ഇവന്റിനെ അവർ ഇന്റർപ്രറ്റ് ചെയ്ത രീതിയിലാവണമെന്നില്ലല്ലോ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തത്. നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത രീതിയിലാണ് വേദന നമ്മുടെ ഉള്ളിൽ വന്നു ചേർന്നത്. അതുകൊണ്ട് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആ ഏരിയയെ കൂടുതൽ ഗൗരവമായി പരിഗണിക്കുമ്പോഴാണ് നാം അന്ന് കുട്ടിക്കാലത്തെ നമ്മുടെ ദുർബല വികാരങ്ങളുടെ, അല്ലെങ്കിൽ ആ സന്ദർഭത്തിലെ നമ്മുടെ ചില അപാകതകളുടെ പേരിൽ മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തിയതിൻ്റെ ഒരു ഓർമ്മയിൽ നിന്നാണ് ആ മുറിവ് നമ്മളിൽ സംജാതമായത് എന്ന് നാം തിരിച്ചറിയും. ഇവിടെയാണ് ആ ഇന്റർപ്രിട്ടേഷനിൽ മാറ്റം വരുത്തുക. ആ ഇന്റർപ്രിട്ടേഷനിൽ മാറ്റം വരുത്തുക എന്ന് വെച്ചാൽ, അന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഉമ്മ, അല്ലെങ്കിൽ എൻ്റെ അധ്യാപിക, എൻ്റെ അധ്യാപകൻ, അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്നെ ഒന്ന് കളിയാക്കിയത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഞാൻ വളരാൻ വേണ്ടിയുമാണെന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ആക്കി മാറ്റുമ്പോഴാണ് നമുക്ക് മുറിവിൻ്റെ വേദനയിൽ നിന്ന്, അരക്ഷിതത്വത്തിൻ്റെ വേദനയിൽ നിന്ന് സുരക്ഷിതത്വത്തിൻ്റെ തുരുത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുക. അതുകൊണ്ട് സുരക്ഷിതത്വത്തിൻ്റെ തുരുത്തിലേക്ക് തിരിച്ചു പോകുന്ന തരത്തിൽ ഇവന്റിനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതാണ് മുറിവുണക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുറിവുകൾ ഉണ്ടാവുന്നതിൻ്റെ കാരണവും അതുണ്ടാക്കുന്ന വേദന വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ ഇന്റർപ്രിട്ടേഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഒരു സന്ദർഭം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ വിചാരിക്കും, അതെ, അന്നത്തെ അതേ പ്രകൃതം കൊണ്ട് തന്നെയാണ്.
അന്നത്തെ അതേ രീതി കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഇങ്ങനെയാവുന്നത് എന്നുള്ള നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ, അതിനോടുള്ള താതാത്മ്യം പ്രാപിക്കലാണ്. അന്നത്തെ ഏതോ ഒരു സന്ദർഭത്തിൽ അമ്മ പറഞ്ഞ, അച്ഛൻ പറഞ്ഞ, അധ്യാപകൻ പറഞ്ഞ, കൂട്ടുകാർ പറഞ്ഞ, അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറഞ്ഞ ഏതെങ്കിലും ഒരു വികാരത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും നമ്മൾ ആ ഒരു കാര്യത്തെ അങ്ങനെ വായിച്ചത്. പക്ഷേ തിരിച്ചു വായിക്കുമ്പോൾ അവരൊരു നേരം പോക്കിന് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് പകരം അതാണ് എൻ്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് വരുത്തുന്നിടത്താണ് പ്രശ്നം. ഈ ഐഡന്റിഫിക്കേഷൻ റെപ്പിറ്റേഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഇവന്റിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഇവന്റിലെ കാര്യത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടേതാക്കി മാറ്റുന്നു. നമ്മുടേതാക്കി മാറ്റി ഈ കാര്യത്തെ ആവർത്തിച്ച് ഇത്തരം സമാന സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സമാന സന്ദർഭങ്ങളിലേക്ക് നാം ഈ വേദനയെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മളിൽ ഈ 5 തരം മുറിവുകൾ ഉണ്ടാവുന്നത്. നാം നേരത്തെ പഠിച്ച മുറിവുകളുണ്ട്. ഒന്ന് തിരസ്കാരത്തിന്റെ മുറിവാണ്, അതായത് റിജക്ഷന്റെ മുറിവ്. 2 ഉപേക്ഷിക്കലിന്റെ മുറിവ് അല്ലെങ്കിൽ അബാൻഡൻമെന്റിന്റെ മുറിവ്. മറ്റൊന്ന് നമ്മെ വഞ്ചിച്ചതിന്റെ മുറിവ് അല്ലെങ്കിൽ ബിട്രയലിന്റെ മുറിവ്. അവിടെ നമ്മൾ വഞ്ചിച്ചതിന്റെ മുറിവിൽ നമ്മൾ കർക്കശക്കാരനായി മാറും, കാരണം നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നെടുത്ത് വരും. മറ്റൊന്ന് നമ്മൾക്കറിയാം, നമ്മെ ഹ്യൂമിലിയേറ്റ് ചെയ്തതിന്റെ, അപമാനിച്ചതിന്റെ ഒരു മുറിവ്. മറ്റൊന്ന് നമ്മോട് ഇൻജസ്റ്റിസ് ചെയ്തതിന്റെ മുറിവ്, നമ്മോട് അനീതി ചെയ്തതിന്റെ മുറിവ്. ഈ മുറിവുകളൊക്കെ തന്നെ നമ്മുടെ സാഹചര്യത്തിലേക്ക്, മനസ്സിലേക്ക് നാം ഇന്റർപ്രറ്റ് ചെയ്തെടുത്ത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു സ്ട്രോങ് വൂണ്ടായി മാറുന്നത്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ആ ഇന്റർപ്രിട്ടേഷൻ മാറ്റണം, ഐഡന്റിഫിക്കേഷനിൽ മാറ്റം വരുത്തണം, റെപ്പിറ്റീഷൻ കുറയ്ക്കണം. റെപ്പിറ്റീഷൻ കുറച്ചു കഴിഞ്ഞാൽ ആ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോവുകയും നാം കൂടുതൽ സജീവമായി വർത്തമാനകാലത്തിലെ ഉദ്യമങ്ങളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും ഇടപെടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമോഷൻസ് ഉണ്ടാവുന്നതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു ഇമോഷൻ ഉണ്ടാവുന്നതിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഒരു ഇമോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ചിത്രങ്ങളായിട്ടും ശബ്ദങ്ങളായിട്ടും വികാരങ്ങളുമായിട്ടാണ്. ഈ ഇമോഷൻസിന്റെ ചിത്രങ്ങളെ ഒന്ന് നിറം മാറ്റി, ചെറുതാക്കി, വലുതാക്കി, പിന്നെയും ചെറുതാക്കി, അതിന് വൈരൂപ്യം വരുത്തുകയാണെങ്കിൽ പിന്നീട് ആ ഇമോഷൻ നമ്മളിൽ ഉണ്ടായ, വേദനയുണ്ടായ ആ സന്ദർഭത്തെ നമുക്ക് പിന്നീട് മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ അതിനെ മാറ്റാൻ, പാകപ്പെടുത്താൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ശബ്ദത്തെ മാറ്റണം. അന്നത്തെ ശബ്ദം വളരെ കർക്കശമായ ശബ്ദമാണെങ്കിൽ അതിനെ സോഫ്റ്റായ ശബ്ദമാക്കി മാറ്റുക. അതൊരു മെയിൽ വോയിസ് ആണെങ്കിൽ അതിനെ ഫീമെയിൽ വോയിസ് ആക്കി മാറ്റുക. അതൊരു സ്ലോ വോയിസ് ആണെങ്കിൽ വളരെ ഫാസ്റ്റ് വോയിസ് ആക്കി മാറ്റുക. അതല്ല, അത് വളരെ ഗൗരവമുള്ളതാണെങ്കിൽ അതൊരു കോമിക് സൗണ്ട് ആക്കി മാറ്റി. അതുപോലെ തന്നെ വികാരത്തെ, അന്നത്തെ വികാരത്തെ, നിങ്ങൾ വേദനിച്ചതിന്റെ, സങ്കടപ്പെട്ടതിന്റെ, നിരാശപ്പെട്ടതിന്റെ വികാരത്തെ സന്തോഷത്തിന്റെ, തിരിച്ചറിയലിന്റെ, അഭിമാനത്തിന്റെ, അംഗീകാരത്തിന്റെ, വളർത്തലിന്റെ ഒരു വികാരമാക്കി മാറ്റിയാൽ സ്വാഭാവികമായും ഈ മുറിവുകൾ ഉണങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മുറിവുണങ്ങിയ നല്ല വ്യക്തിത്വങ്ങളായി സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ തരത്തിൽ നാം ചെയ്യേണ്ട, ഇത്തരത്തിലുള്ള മുറിവ് പെട്ടെന്ന് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില തന്ത്രങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രധാനമായും ചെയ്യേണ്ട തന്ത്രം ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇവന്റിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മാറ്റുക. 2, നമ്മൾ അന്ന് അരക്ഷിതരായിരുന്നുവെന്നും ഇന്ന് സുരക്ഷിതരായിരുന്നുവെന്നും അന്നത്തെ എൻ്റെ മാതാവും പിതാവും അധ്യാപകരും കൂട്ടുകാരും സഹപ്രവർത്തകരും എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇടപെട്ടതെന്നുള്ള തോന്നലുണ്ടാക്കുക. 2ാമത്തെ കാര്യം, പെട്ടെന്ന് അങ്ങനെ ഒരു വികാരം വരുമ്പോൾ ആ വികാരത്തിന്റെ പിന്നിലുള്ള കഥയെ ഒന്ന് എഴുതാൻ നോക്കുക. അന്ന് സംഭവിച്ചത് ഇതായിരുന്നു, ഇന്നതുകൊണ്ടായിരുന്നു, ഇന്ന കാരണങ്ങൾ കൊണ്ടായിരുന്നു, ഇന്ന സന്ദർഭത്തിലായിരുന്നു എന്ന് എഴുതി വരുമ്പോൾ നമുക്ക് ആ വികാരത്തെ വൈചാരികമായി മാറ്റാൻ കഴിയും. അങ്ങനെ എഴുതി വരുമ്പോൾ, ജേർണലിംഗ് നടത്തുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മുറിവ് ഉണങ്ങാനുള്ള ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത്. 3ാമത്തെ കാര്യം, നമുക്ക് പെട്ടെന്ന് തന്നെ എൻവയൺമെന്റ് മാറ്റാൻ പറ്റും. നമ്മൾക്ക് അത്തരത്തിലുള്ള സമാനമായ ഒരു എൻവയൺമെന്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ വികാരം ഉള്ളിൽ നിന്ന് പൊന്തി വന്ന് നാം അകന്നു മാറുകയോ, അല്ലെങ്കിൽ കർക്കശ സ്വഭാവിയായി മാറുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അയവില്ലാത്ത ആളായി മാറുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സന്ദർഭത്തെ ഒന്ന് മാറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റും. നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കിടക്കുക, നടക്കാൻ പറ്റുമെങ്കിൽ നടക്കുക, പുറത്തേക്ക് പോവുക, ഒരു പൂവ് കാണുക, ആകാശം കാണുക, ഒരു കൂട്ടുകാരനെ വിളിക്കുക, ഒരു പുസ്തകം വായിക്കുക, ഒരു പാട്ട് കേൾക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വികാരത്തള്ളിച്ച നമ്മുടെ വർത്തമാനകാല ഇടപെടലുകളെയൊക്കെ തന്നെ നെഗറ്റീവായി സ്വാധീനിക്കാത്ത തരത്തിൽ പോസിറ്റീവാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഇത്തരത്തിലുള്ള നേരിയതോ ആഴത്തിലുള്ളതോ കഠിനമായതോ മുറിവുകളും വേദനയും ഉള്ളിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ മാറ്റിയെടുത്ത്, ഉണക്കിയെടുത്ത് കൂടുതൽ സജീവമായി, കൂടുതൽ ആത്മാർത്ഥമായി, കൂടുതൽ ക്രിയാത്മകമായി,
കൂടുതൽ സചേതനവും സക്രിയവുമായി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും, എല്ലാ ബന്ധങ്ങളിലും, എല്ലാ ദൗത്യങ്ങളിലും പ്രശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയാണ്. നന്ദി, നമസ്കാരം.